നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് വിധേനയും 3.0 ആവർത്തിച്ച് ഭരണം പിടിക്കാനൊരുങ്ങുന്ന പിണറായി വിജയന് തക്കതായ മറുപടി കൊടുത്തുകൊണ്ട് UDF ഭരണം പിടിക്കും എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശനും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തേരോട്ടം നടത്തുമ്പോൾ ഇപ്പോൾ ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൽ കൂടി പാലക്കാട്ടേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്താ വിശേഷം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത ലൈംഗിക പീഡന ആരോപണ കേസിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റും പിന്നീട് ജയിൽവാസവും എല്ലാം കഴിഞ്ഞതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായി പാലക്കാട്ടേക്ക് എത്തുന്നു എന്നുള്ളൊരു സവിശേഷത കൂടി ഈ യാത്രയ്ക്കുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുക. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് MLA ഓഫീസിലെത്തി. തുടർന്ന് അദ്ദേഹം MLAയുടെ സ്മൈൽ ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ചു നൽകുന്ന 2 വീടുകളുടെ താക്കോൽദാന ചടങ്ങിന് വേണ്ടി പുറപ്പെട്ടിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. നേരത്തെ നിശ്ചയിച്ചിരുന്ന പരിപാടിയിൽ നിന്നും സമയം വൈകിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയത്. ആദ്യത്തെ പരിപാടി മാത്തൂരിലാണ്. ആദ്യത്തെ വീട് നൽകുന്നത് മാത്തൂരിലാണ്. രണ്ടാമത്തെ വീട് നൽകുന്നത് കണ്ണാടിയിലാണ്. 2 വീടിന്റെയും താക്കോൽദാന കർമ്മം നടത്തുന്നതിന് വേണ്ടിയാണ് നാളുകൾക്ക് ശേഷം, അതായത് ലൈംഗിക പീഡന ആരോപണ കേസിൽ രായ്ക്ക് രായ്മാനം രാഹുൽ മാങ്കൂട്ടത്തിന് രാഹുൽ താമസിക്കുന്ന ഹോട്ടലിലെത്തി പോലീസ് അർദ്ധരാത്രിയിൽ രാഹുലിന്റെ സഹായിയോ അല്ലെങ്കിൽ മറ്റാരും തന്നെ കൂടെയില്ലാത്ത സാഹചര്യത്തിൽ രാജ്യഭീകര കുറ്റവാളികളെ എന്ന പോലെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയതും പിന്നീട് കോടതിയിൽ ഹാജരാക്കി രാഹുലിനെ ജയിലിൽ അടച്ചതുമെല്ലാം ജനങ്ങൾക്ക് മറക്കാവുന്നതല്ല. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായ കേസുകൾ, ഒരു കേസ് പോലും പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രതി പോലും നേരിട്ട് നൽകിയില്ല. ഒരു അതിജീവിതയും പോലീസ് സ്റ്റേഷനിലേക്ക് നേരിട്ടെത്തിയില്ല. 2 പേര് മുഖ്യമന്ത്രിയുടെ ഇമെയിലായി കത്ത് അയക്കുകയായിരുന്നു. മറ്റൊരാൾ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന് ഇമെയിലായി അയച്ചു കൊടുക്കുകയായിരുന്നു. ഈ പരാതികളാണ് പിന്നീട് മുഖ്യമന്ത്രി പോലീസിന് കൈമാറുന്നതും KPCC പ്രസിഡന്റ് പോലീസിന് കൈമാറുന്നതും. 3ാമത്തെ പീഡന കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിന് രായ്ക്ക് രായ്മാനം ഭീകരവാദികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ അറസ്റ്റ് ചെയ്ത് പോയത്. മറ്റ് 2 കള്ളക്കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കോടതി ജാമ്യം കൊടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തായിരുന്നു. ഒരു നോട്ടീസ് അയച്ചാൽ പോലും MLA ഹാജരാകും എന്നുള്ള നിലയിൽ കാര്യങ്ങൾ നീങ്ങുമ്പോൾ പിന്നെ എന്തിനാണ് ഭീകരവാദികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് പോലെ രായ്മാനം രാത്രി 12 മണിക്ക് ശേഷം രാഹുൽ താമസിക്കുന്ന ഹോട്ടലിൽ ചെന്ന് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തെ ബലമായി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. ഒരു ജനപ്രതിനിധിയോട് കാണിക്കേണ്ട യാതൊരു തരത്തിലുള്ള പ്രോട്ടോകോളും ബഹുമാനവും കാണിക്കാതെ തന്നെയാണ് പോലീസ് അത്തരത്തിലൊരു നടപടിയെടുത്തത്. പിണറായി വിജയന്റെ താല്പര്യപ്രകാരം, പിണറായി വിജയന്റെ ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയുടെ താല്പര്യപ്രകാരമാണ് ഇതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പൊതുജന മധ്യത്തിൽ തേജോവധം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പോലീസിനകത്തെ പിണറായി വിജയന്റെ ഗുണ്ടകളെ ഉപയോഗിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് എന്നാണ് ജനങ്ങൾ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലെത്തി പരാതി പറയുന്നത്. അതെന്ത് തന്നെയായാലും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ അറസ്റ്റിന് ശേഷം, ജയിൽവാസത്തിന് ശേഷം വീണ്ടും പാലക്കാടേക്ക് ആദ്യമായി എത്തിയിരിക്കുന്നു. പിണറായി വിജയന് 2026 തെരഞ്ഞെടുപ്പിൽ കൃത്യമായ മറുപടി കൊടുക്കും എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് തലം മുതലുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവിടെ ഉണ്ടായിരുന്നു. CB സജീവൻ, മച്ചിങ്ങൽ ഹരിദാസ് മുതലായ കോൺഗ്രസിന്റെ ഔദ്യോഗിക ഭാരവാഹിത്വം വഹിക്കുന്ന നേതാക്കൾ എല്ലാവരും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വിശേഷം. അതായത് കോൺഗ്രസ് ഔദ്യോഗികമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് വരെ പുറത്താക്കിയെങ്കിലും പാലക്കാട് കോൺഗ്രസുകാർക്കിടയിൽ, ജനങ്ങൾക്കിടയിൽ രാഹുലിനുള്ള സ്വാധീനം വളരെ വലുതാണ് എന്നുള്ളതാണ് ഇത് കാണിക്കുന്നത്. പുതുയുഗ യാത്ര അടൂരിലെത്തി കഴിഞ്ഞപ്പോൾ, പത്തനംതിട്ട ജില്ലയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പാലക്കാടിന്റെ MP ആയ ശ്രീകണ്ഠനെ അടൂരിൽ ഒരു ഹോട്ടലിൽ വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ പരസ്യമായി തന്നെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് മാധ്യമങ്ങളിലെല്ലാം വലിയ വിവാദമായിരുന്നു. ഇതേ തുടർന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ അതിനോട് പ്രതികരിച്ചത്, MP ശ്രീകണ്ഠൻ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുമായി കണ്ടതിൽ എന്താണ് തെറ്റുള്ളത്? പരസ്പരം അറിയുന്ന 2 ആളുകൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തുകയോ അല്ലെങ്കിൽ അവർ സംസാരിക്കുകയോ കൈ കൊടുക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിലെന്താണ് അസ്വാഭാവികമായി ഉള്ളത്? ഞാനും രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കും, കൈ കൊടുക്കും. അതിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ലല്ലോ, ഒരു ശത്രുതയും ഞങ്ങൾക്കിടയിൽ ഇല്ലല്ലോ എന്ന് പ്രതിപക്ഷ നേതാവ് കൂടി വ്യക്തമാക്കിയതോടുകൂടി കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനോട് യാതൊരു തരത്തിലുള്ള ശത്രുതയും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയതോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാടുള്ള കോൺഗ്രസ് അണികൾക്കിടയിൽ പിന്നീടും പിന്തുണ വർദ്ധിക്കുന്നതായി തന്നെയാണ് കണ്ടത്. എന്നാൽ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും മത്സരിക്കില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രമേഷ് പിഷാരടിയെയാണ് കോൺഗ്രസ് പാലക്കാട് സ്ഥാനാർത്ഥിയാക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനും താല്പര്യക്കുറവില്ല എന്ന് പറയുന്നു. ആദ്യം KPCC മുൻ പ്രസിഡന്റായിരുന്ന K മുരളീധരനെയാണ് പാലക്കാട്
UDF സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിരുന്നത്. ഇതിൽ കൃത്യമായി രാഹുൽ തന്റെ പ്രതിഷേധം അറിയിക്കുകയുണ്ടായി. കെ മുരളീധരൻ പാലക്കാട് മത്സരിക്കുന്നതിൽ തനിക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയിച്ചത്. നിലവിൽ MLA ആയിരിക്കുന്ന ആളുടെ താല്പര്യങ്ങൾ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസും UDF പരിഗണിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ താല്പര്യങ്ങൾ അക്കാര്യത്തിൽ കോൺഗ്രസ് പരിഗണിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. രമേശ് പിഷാരടിയാണ് പാലക്കാട് UDF സ്ഥാനാർത്ഥിയാണ് ആകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെന്ത് തന്നെയായാലും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വേളയിൽ രാഹുലിനെതിരെയുള്ള മഞ്ഞുരുകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയിരിക്കുന്നു. സ്മൈൽ ഭവന പദ്ധതി പ്രകാരം 2 വീടുകളുടെ താക്കോൽദാനം ഇന്ന് നിർവഹിക്കുമ്പോൾ MLA എന്ന രീതിയിൽ പാലക്കാടിൽ അദ്ദേഹം നടത്തുന്ന വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെയാണ് ഇത്തരം വീടുകൾ കൊടുക്കുന്നത് എന്ന് പറയുമ്പോൾ പാലക്കാടിന്റെ മണ്ണിൽ ഇപ്പോഴും കാലുറപ്പിച്ചുകൊണ്ട് MLA എന്ന രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്, പാലക്കാടിനൊപ്പമുണ്ട് എന്നുള്ള സന്ദേശം തന്നെയാണ് രാഹുൽ ഇത്തരുണത്തിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിന് മുമ്പ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ വീട് നിർമ്മിച്ചു കൊടുത്തതിന്റെ താക്കോൽദാനവും വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് സജീവമാകുന്നതും തീർച്ചയായും അത് ഇടതുപക്ഷത്തിന് ഗുണകരമാകില്ല, BJPക്ക് ഗുണകരമാകില്ല. മറിച്ച് UDF തെരഞ്ഞെടുപ്പിൽ അത് വലിയ മൈലേജ് നേടിക്കൊടുക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനിടയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ തന്നെ മത്സരിക്കുന്നതായി ഒരു വാർത്ത വന്നിട്ടുണ്ട്. അതിന്റെ സ്ഥിരീകരണം ഇനിയും വന്നിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വക്താക്കളാരും രാഹുൽ മാങ്കൂട്ടത്തിൽ ധർമ്മടത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ മത്സരിക്കുന്ന കാര്യം ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല. രാഹുലും അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDF ഭാഗമല്ല, കോൺഗ്രസിന്റെ ഭാഗമല്ല എന്നുണ്ടെങ്കിലും ജനങ്ങൾക്കുള്ളിൽ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്, പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്. ഇനിയും എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് ഉണ്ടാകാൻ പോകുന്ന അപഭ്രംശങ്ങൾ, അല്ലെങ്കിൽ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എടുത്ത നടപടിയിൽ നിന്ന് പിന്നോട്ട് പോകുമോ, തീരുമാനങ്ങളിൽ അയവ് വരുത്തുമോ എന്നുള്ളതെല്ലാം നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.